Good morning. Today we are going to discuss flow through pipes in parallel. If a main pipeline divides into two or more branches and then join to form a single pipeline, then these two pipes are said to be in parallel. ഒരു മെയിൻ പൈപ്പ് ലൈനെ രണ്ടോ അതിലധികമോ ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഈ ബ്രാഞ്ചസ് ജോയിൻ ചെയ്ത് വീണ്ടും ഒരു സിംഗിൾ പൈപ്പ് ലൈൻ ആയിട്ട് മാറുക. ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഈ രണ്ട് പൈപ്പ് ലൈൻസും പരസ്പരം പാരലൽ ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ രണ്ട് ബ്രാഞ്ചസ് ആയിട്ടാണ് മെയിൻ പൈപ്പ് ലൈൻ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. പൈപ്പ് 1, പൈപ്പ് 2. പൈപ്പ് 1ലെ ഡയമീറ്റർ ആണ് D1, പൈപ്പ് 1ലെ വെലോസിറ്റി ആണ് V1, പൈപ്പ് 2ലെ ഡയമീറ്റർ ആണ് D2, പൈപ്പ് 2ലെ വെലോസിറ്റി ആണ് V2. Then total discharge through main pipe is equal to the sum of discharges in various pipe. ഈ ഒരു മെയിൻ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് വേരിയസ് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കില്ലേ, ഈ ബ്രാഞ്ചസിലൂടെയുള്ള ഡിസ്ചാർജിന്റെ സം ആയിരിക്കും. That is total discharge capital letter Q is equal to Q1 plus Q2. Q1 എന്ന് പറയുന്നത് പൈപ്പ് 1ലെ ഡിസ്ചാർജ് ആയിരിക്കും, Q2 എന്ന് പറയുന്നത് പൈപ്പ് 2ലെ ഡിസ്ചാർജ് ആയിരിക്കും. Also in parallel connection loss of head in each branch is same. കൂടാതെ പാരലൽ കണക്ഷൻ വരുമ്പോൾ പൈപ്സിലൂടെയുള്ള ഹെഡ് ലോസ്, പാരലൽ പൈപ്പിലൂടെയുള്ള ഹെഡ് ലോസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. That is loss of head in pipe 1 is equal to loss of head in pipe 2. According to Darcy's-Weisbach equation, we can write HF is equal to 4FL1V1 square by 2GD1 is equal to 4FL2V2 square by 2GD2. Okay, അതായത് രണ്ട് പൈപ്പിലൂടെയുള്ള ഹെഡ് ലോസും ഈക്വൽ ആയിരിക്കും പൈപ്സ് പാരലൽ ആവുമ്പോൾ. ഓക്കെ, സോ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഹിയർ ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. A main pipe divides into two parallel pipes of 0.8 meter and 0.5 meter diameter with equal lengths. These parallel pipes meet again at the lower end. If the discharge in main pipe is 3 meter cube per second, find the discharge in each parallel pipe. The coefficient of friction is same for each parallel pipe. ക്വസ്റ്റ്യനിൽ ഒരു മെയിൻ പൈപ്പ് തന്നിട്ടുണ്ട്. ആ മെയിൻ പൈപ്പ് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഈ രണ്ട് ബ്രാഞ്ചസും ജോയിൻ ചെയ്യുന്നു. ഓരോ പൈപ്പിന്റെയും ഡയമീറ്റർ 0.8 മീറ്ററും 0.5 മീറ്ററുമാണ്. ഓക്കെ, Q1, D1, L1, B1 എന്ന് പറയുന്നത് പൈപ്പ് 1നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേംസ് ആണ്. അതുപോലെ Q2, D2, L2, V2 എന്ന് പറയുന്നത് പൈപ്പ് 2നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേംസ് ആണ്. രണ്ട് ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്, പൈപ്പ് 1ഉം പൈപ്പ് 2ഉം. ഈ രണ്ട് പൈപ്പിന്റെയും ലെങ്ത് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Then we can write L1 is equal to L2. അതുപോലെ ഡിസ്ചാർജ് Q is equal to 3 meter cube per second ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് പൈപ്പിലുമുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. Then we can write F1 is equal to F2. In case of parallel pipes, total discharge Q is equal to എന്തായിരിക്കും? Q1 plus Q2 ആയിരിക്കും. ബ്രാഞ്ച് പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജിന്റെ സം ആയിരിക്കും ടോട്ടൽ ഡിസ്ചാർജ്. അതുപോലെ ബ്രാഞ്ച് പൈപ്പിലൂടെയുള്ള ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. That is HF1 is equal to HF2. ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എഴുതാം 4F1L1V1 square by 2GD1 is equal to 4F2L2V2 square by 2GD2. 4ഉം 4ഉം ക്യാൻസൽ ആയി പോയി. F1ഉം F2ഉം ഈക്വൽ ആണ്, സോ ക്യാൻസൽ ചെയ്യാം. L1ഉം L2ഉം ഈക്വൽ ആണ്, ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ആയി പോയി, G ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് V1 square by D1 is equal to V2 square by D2. From this we can obtain an expression for V1. V1 is equal to V2 into root of D1 by D2. V1 is equal to V2 into root of D1 എന്നുള്ള ഡയമീറ്റർ 0.8 ആണ് തന്നിട്ടുണ്ട്, D2 എന്നുള്ള ഡയമീറ്റർ 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. Then we are obtaining V1 is equal to 1.27 V2. Okay. സോ നമുക്ക് ഹെഡ് ലോസിന്റെ കണ്ടീഷൻ വെച്ചിട്ട് V1നെ V2വിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് എഴുതി നോക്കാം.
ടോട്ടൽ ഡിസ്ചാർജ് Q is equal to Q1 plus Q2 ആണ്. Q1 എന്ന് പറഞ്ഞാൽ pi by 4 d1 square into V1 plus Q2 എന്ന് പറഞ്ഞാൽ pi by 4 d2 square into V2. ടോട്ടൽ ഡിസ്ചാർജ് Q is equal to 3 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് which is equal to pi by 4 into d1 0.8 square ആണ് into V1 വെലോസിറ്റി 1.27 V2 ആണ് plus pi by 4 into d2 square എന്താണ് 0.5 square into V2 അതുപോലെ ഇടുന്നു. ഇതിൽ നിന്നും നമുക്ക് V2 കാൽക്കുലേറ്റ് ചെയ്യാം. V2 is equal to എന്ത് കിട്ടുന്നു 3.597 മീറ്റർ പെർ സെക്കൻഡ്. V2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് Q2 കണ്ടുപിടിച്ചൂടെ. ഡിസ്ചാർജ് Q2 എന്തായിരിക്കും A2 into V2 ആയിരിക്കും. A2 എന്നുള്ള ഏരിയ pi by 4 into d2 square ആയിരിക്കും. ദാറ്റ് ഈസ് pi by 4 into 0.5 square into V2 velocity 3.597. Okay, then we are obtaining Q2 is equal to 0.78 meter cube per second. Q2 ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q1 കണ്ടുപിടിച്ചൂടെ. ടോട്ടൽ ഡിസ്ചാർജ് 3 ആണെന്നറിയാം. 3യിൽ നിന്നും Q2 മൈനസ് ചെയ്യുന്നു. 3 minus 0.78 which is equal to 2.22 meter cube per second. So through this video we have understood flow through parallel pipes, that is discharge condition and head loss condition and a problem relating to this. Okay, thank you.